മനുഷ്യ മനസ്സിൻ്റെ മാന്ത്രിക ശക്തിയെ തൊട്ടുണർത്തുന്ന കടലിൻ്റെ ഗന്ധമുള്ള റൊട്ടേറിയൻസിന് ഒരു പ്രചോദനം നൽകുന്ന ഒരു കഥയാണിത്. 2004 ഡിസംബർ 24 സുനാമി തിരകളുടെ കനത്ത പ്രഹരത്തിൽ തകർന്നടിഞ്ഞ ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ വില്ലേജിലെ വട്ടച്ചാൽ എന്ന ഒരു കടപ്പുറ ഗ്രാമത്തിൻ്റെ കഥ. ഹൃദയവേദന കൊണ്ട് പ്രാണൻ പിടഞ്ഞ മുക്കവരുടെ കുടിലുകളിലേക്ക് ആർദ്രത നിറഞ്ഞ ഹൃദയവുമായി ഇംഗ്ലണ്ടിലെ ആൾഡർഷോട്ട് റോട്ടറി ക്ലബ് ദാനമായി നൽകിയ 5 ലക്ഷം രൂപയുടെ ആവേശവും റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ മിറ്റോണിലെ സുഹൃത്തുക്കളുടെ സ്നേഹനിർഭരമായ സഹായവും ചേർത്ത് വെച്ച് രചിച്ച ഒരു കഥ. ആ കഥയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്ന പേര് സുനാമി തിരകളിൽ ഉദിച്ചുയർന്ന ഗ്രാമം. സുനാമി തിരകൾ ചെയ്തൊടുക്കിയ കരളലിയിക്കുന്ന വേദനയുടെ ആരവം കെട്ടടങ്ങുമ്പോൾ ആറാട്ടുപുഴയിലെ വട്ടച്ചാൽ ഗ്രാമം ജീവനറ്റ് നിശ്ചലമായി നിന്നു. വള്ളവും മലയും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, കുടിലുകൾ തകർന്നുപോയവർ, ഉറ്റവർ നഷ്ടപ്പെട്ടവർ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഓലക്കീറുകൾ കൊണ്ട് കെട്ടിമറച്ചത് താൽക്കാലിക കുടിലുകൾ, അതിൽ ദാരിദ്ര്യത്തിന്റെ കഥനഭാരവും പേറി നിറവപ്പെടുന്ന മുക്കോ സ്ത്രീകൾ, അവിടെ ജീവിതത്തിൽ തങ്ങൾക്ക് വന്നുഭവിച്ച ദുരന്തത്തിന്റെ ആഘാതങ്ങൾ ഒന്നുമറിയാതെ കടപ്പുറത്തെ പൂഴിമണലിൽ കളിച്ചുല്ലസിക്കുന്ന മുക്കവ കുരുന്നുകൾ. അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. അന്ന് ചാളത്തഴയിൽ പോയി മീൻ പിടിക്കാനേ അവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ അതിൽ മത്സ്യബന്ധനം നടത്തിയാൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക പോലും കിട്ടിയിരുന്നില്ല. അല്പമെങ്കിലും ആഴക്കടലിൽ പോവാൻ ആവുന്ന ബോട്ടുകൾക്ക് അന്ന് 2.5 ലക്ഷം രൂപയെങ്കിലും വില വരും. അത് സംഘടിപ്പിക്കുവാൻ ഒരു വഴിയും കാണാതെ നട്ടം തിരിയുന്ന മുക്കവന്മാർ. വലിയ മുതൽ മുടക്കുള്ള ലൈലാൻഡ് എഞ്ചിൻ പിടിപ്പിച്ച ബോട്ടുകളെ ഇപ്പോൾ കടലിൽ പോവാറുള്ളത്. അതിൽ ജോലിക്കാരായി അവർ പോയാലും കുടിലിലെ ദാരിദ്ര്യം തീരില്ല. കടപ്പുറത്ത് സ്ഥിരമായി ജീവിക്കുന്ന, മറ്റൊരു തൊഴിലും തേടിപ്പോവാൻ മടി കാണിക്കുന്ന കടലിൻ്റെ മക്കളാണ്. കടൽ അവർക്ക് അമ്മയാണ്, അന്നദാതാവാണ്. കടപ്പുറത്തെ മണലിൽ ഉപ്പിന്റെ രസമുള്ള കടൽക്കാറ്റേറ്റ് മത്സ്യത്തിന്റെ ഗന്ധമുള്ള കടപ്പുറത്തിരിക്കുമ്പോൾ ആ മണം അവർക്കൊരു ലഹരിയാണ്. അവരുടെ രാത്രികാലങ്ങളിലെ ഉറക്കവും സായാഹ്നങ്ങളിലെ മയക്കവും കടലിന്റെ തിരകൾ കഴുകിയെടുത്ത ആ വെളുവെളുത്ത നുലുനുലുത്ത കടൽപ്പുറത്തെ ചെരുമണലിലാണ്. കടൽക്കാറ്റേറ്റ് തെങ്ങോലത്തുമ്പുകൾ കൂട്ടിയിരുമ്പോൾ ഉണ്ടാകുന്ന മർമ്മര ശബ്ദങ്ങൾ പോലും അവരുടെ കാതുകൾക്കൊരു സംഗീതമാണ്. ഹൃദയത്തിൽ വേദന കുമിഞ്ഞുകൂടിയ നിസ്സഹായരായ മത്സ്യത്തൊഴിലാളികളുടെ കടൽ തീരത്തേക്ക് റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ മിറ്റൗണിലെ 5 സാമൂഹ്യ പ്രവർത്തകർ 2006 കടന്നു ചെല്ലുകയാണ്. അവരുടെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല. റോട്ടറി ആൾഡർഷോട്ട് ക്ലബ് തങ്ങൾക്ക് നൽകിയ പണവും റോട്ടറി മിറ്റൗണിലെ റൊട്ടേറിയൻസിന്റെ സഹായവും ചേർത്തുവെച്ച് സുനാമി തിരകളുടെ കനത്ത പ്രഹരത്തിൽ ജീവിതം കൈവിട്ടുപോയ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന ബോട്ടുകൾ നൽകി അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് മത്സ്യബന്ധനം നടത്തിച്ച് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയാണ്. ഒരു ബോട്ടിന് 10 ഉടമസ്ഥർ എന്ന വ്യവസ്ഥയിൽ 100 കുടുംബങ്ങൾക്ക് ഒരു ജീവിതമാർഗം. റൊട്ടേറിയൻസിന്റെ കടപ്പുറത്തേക്കുള്ള ആഗമന ഉദ്ദേശം കേട്ടപ്പോൾ കടപ്പുറം ഒന്നാകെ ഉണർന്നു. കുട്ടികൾ ഓടി നടന്ന ആ വാർത്ത കടൽ തീരത്ത് മുഴുവൻ വിളിച്ചു. സ്ത്രീകൾ അടക്കം പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ നവാഗതർക്ക് ചുറ്റും കൂട്ടം കൂടി. നിമിഷങ്ങൾ കൊണ്ട് അതൊരു വലിയ ആൾക്കൂട്ടമായി മാറി. ചുറ്റും കൂടിയ ആളുകളുടെ കണ്ണുകളിൽ പ്രത്യാശയുടെ തിളക്കം. അവർ നിശബ്ദരായി കൈയൂപ്പി നിന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സശ്രദ്ധം കേട്ടു. ആഹ്ലാദത്തിന്റെ അതിശയത്തിന്റെ നിമിഷങ്ങൾ. പിറ്റേന്ന് ആറാട്ടുപുഴ കടപ്പുറത്ത് നേലം പുറന്നത് ആവേശത്തിന്റെ തിരയിളക്കത്തോടെയായി. വട്ടച്ചാൽ ഗ്രാമത്തിന്റെ അരേ സമാജം പ്രസിഡന്റ് ശെൽവരാജ്, അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ അവിടെ ഒരു യോഗം ചേർന്നു. അവർ തങ്ങളുടെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു. റോട്ടറി കൊച്ചിൻ മിറ്റൗണിന്റെ സാരഥികളായ MS നായരും പ്രസിഡന്റ് ജയശങ്കറും സെന്റ് തോമസും ടോണിയും ജോർജ് കുട്ടി കരിയാനപ്പള്ളിയും ബോട്ട് നിർമ്മാണത്തിന് നേതൃത്വം നൽകി. ഓൾഡർഷോട്ട് ക്ലബ്ബുമായി ജെയിംസ് കാളാശ്ശേരി കത്തിടപാടുകൾ നടത്തി. മത്സ്യബന്ധന തൊഴിലാളികളുടെ ഇച്ഛാനുസരണം പണിയെഴുപ്പിച്ച ഈ 10 ബോട്ടുകൾ കേരള സംസ്ഥാനത്തിന്റെ അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ S ശർമ്മ ആറാട്ടുപുഴ നിവാസികൾക്ക് വിതരണം ചെയ്തു. MS നായരുടെയും അനിൽ വർമ്മയുടെയും നേതൃത്വത്തിൽ ദേവര ഫിഷറീസ് സ്കൂളിൽ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ റോട്ടറി മിറ്റൗൺ ഒരു കെട്ടിടം തന്നെ പണിതീർത്തു കൊടുത്തു. റോട്ടറി നൽകിയ ബോട്ടുകൾ ലഭിച്ച ആറാട്ടുപുഴ കടപ്പുറത്തിന്റെ ദിവസങ്ങൾ ക്രമേണ തിരക്കുള്ളതായി.
മുക്കുവർ പലതരം പഴയതും പുതിയതുമായ മത്സ്യബന്ധന ബോട്ടുകൾ വാങ്ങി ചിലതെല്ലാം സ്വയം കേടുപാടുകൾ തീർത്തു. പിന്നെ ഓരോ ദിവസവും കർമ്മധീരരായ മത്സ്യത്തൊഴിലാളികൾ കടലിന്റെ വിരിമാറിലേക്ക് യമഹ എഞ്ചിൻ പിടിപ്പിച്ച ബോട്ടുകളുമായി കുതിച്ചു. കടലമ്മേ എന്ന ആർപ്പുവിളികൾ കൊണ്ട് കടപ്പുറം ശബ്ദമുഖരിതമായി. ക്രമേണ അലറുന്ന തിരമാലകളെക്കാളും ഉച്ചത്തിലായി അവ അവിടെ ധരിച്ചു. പിന്നീട് അവ കടലിന്റെ ഓളങ്ങളിൽ അലിഞ്ഞു. മുക്കുവരുടെ വള്ളങ്ങൾ ആകാശം കടലിനെ ചുംബിക്കുന്ന രേഖയിൽ പോയി മറഞ്ഞു. അപ്പോൾ കടപ്പുറത്തെ മണത്തടികൾ പോലും അസ്തമന സൂര്യന്റെ ചെങ്കതിർദൃഷ്ടിയിൽ തിളങ്ങി. ആറാട്ടുപുഴ കടപ്പുറത്ത് കുട്ടകൾ നിറയെ ചാളയും ചെമ്മീനും അയിലയും കരകടയുന്ന കാഴ്ചകൾ സാധാരണയായി. ക്രമേണ വട്ടച്ചാൽ കടപ്പുറത്തിന്റെ മുഖച്ഛായ തന്നെ മാറിത്തുടങ്ങി. കുട്ടികൾ വയറു നിറയെ ഭക്ഷണം കഴിച്ച് സ്കൂളിൽ പോവാൻ തുടങ്ങി. സ്ത്രീകൾക്ക് തങ്ങളുടെ ഭർത്താക്കന്മാർ വൈകുന്നേരങ്ങളിൽ പലചരക്ക് സാധനങ്ങൾ ഇരുകൈകളിലും വേണ്ടി വരുന്ന കാഴ്ച നിത്യസംഭവമായി. കടപ്പുറത്തെ ഓലകെട്ടിയ കുടിലുകൾ വാർക്ക വീടുകൾക്ക് വഴിമാറി. കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ വീണു തുടങ്ങി. ആഴ്ചയിൽ ഒരിക്കൽ അരയ സമാജ മീറ്റിംഗുകൾ സംഘടിപ്പിച്ച് തങ്ങളുടെ ഭാവി പരിപാടികൾ അവർ ആസൂത്രണം ചെയ്തു. കടലിൽ കിടന്നുകൊണ്ട് തന്നെ തങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ മംഗലാപുരത്തെയും നീണ്ടകരയിലെയും അമ്പലപ്പുഴയിലെയും മത്സ്യത്തിന്റെ മാർക്കറ്റ് വില മനസ്സിലാക്കി ആ വില കൂടിയ ഭാഗത്തേക്ക് ചെറുവള്ളങ്ങളിൽ തങ്ങൾ പിടിച്ച മത്സ്യങ്ങൾ കൊടുത്തുവിട്ട് അവർ വലിയ ലാഭമുണ്ടാക്കി. കണക്കുകൾ കൃത്യമായി എഴുതി പരസ്പരം എല്ലാവരെയും ബോധിപ്പിച്ചു. പുതിയ ഫിഷിംഗ് ബോട്ടുകൾ പണിയുവാനും അതിൽ ഓരോരുത്തരുടെയും സാമ്പത്തിക കൂട്ടുത്തരവാദിത്വവും ചർച്ച ചെയ്ത് തീരുമാനിച്ചു. തീർന്നില്ല. ആ വർഷം കടപ്പുറത്ത് എല്ലാ മത്സ്യത്തൊഴിലാളികളും ചേർന്ന് കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അന്തരീക്ഷം കരഘോഷമുഖരിതമായി. വർഷങ്ങൾക്ക് ശേഷം വയറു നിറച്ചൊരു ഊണം. പുത്തൻ സാരികളുമായി സ്ത്രീകളും നിറമുള്ള കുട്ടിയുടുപ്പുകളുമായി കുസൃതി കുരുന്നുകളും ആഹ്ലാദത്തിന്റെ അസുലഭയാമങ്ങൾ ആടിയും പാടിയും കടലിന്റെ തിരകളുടെ താളത്തിനൊപ്പം ചിലവഴിച്ചു. കടൽപ്പുറത്ത് നിരനിരയായി വെച്ച റോട്ടറി സമ്മാനിച്ച യന്ത്രവൽകൃത ബോട്ടുകൾ അതിന് സാക്ഷ്യം വഹിച്ചു. സുനാമി എന്ന പ്രകൃതിയുടെ വിരോധാഭാസത്തിന്റെ കരാളഹസ്തങ്ങളിൽ അമർന്നുപോയ ആറാട്ടുപുഴ വട്ടച്ചാൽ ഗ്രാമത്തിലെ മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഓണം പങ്കിടുവാൻ റോട്ടറി കൊച്ചിൻ മിഡ്-ടൗണിലെ കുടുംബങ്ങൾ അണിനിരന്ന് തിരുവോണപ്പാട്ടുകൾ പാടി നൃത്തം വെച്ചു. തിരുവാതിരയുടെ ചുവടുകൾ കടപ്പുറത്തെ ചൊരിമണലിനെ പോലും കോൾമയിൽ കൊള്ളിച്ചു. സഹൃദയരെ, ഇത് വെറുമൊരു കഥയല്ല. മരവിച്ച മനുഷ്യ മനസ്സുകൾക്ക് റോട്ടറി ഇന്റർനാഷണൽ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ മാന്ത്രിക ശക്തി ഏറ്റുവാങ്ങി നൂറുകണക്കിന് മുക്കുവ കുടുംബങ്ങൾക്ക് പുനർജന്മം നൽകിയ ഒരു സംഭവ കഥയാണിത്. ഇതിന് ഞങ്ങളെ സഹായിച്ച ഇംഗ്ലണ്ട് ഓൾഡർഷോട്ട് റോട്ടറി ക്ലബിലെ ദാനശീലരായ എല്ലാ മനുഷ്യസ്നേഹികളോടും പ്രസിഡന്റ് ജെഫിനോടും സർവോപരി റോട്ടറി കൊച്ചിൻ മിഡ്-ടൗണിലെ ഓരോ വ്യക്തികളോടും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ഇവിടെ അർപ്പിക്കുന്നു.